എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരുടെ അവഗണനകളിൽ മനം നൊന്ത് ജീവിക്കുന്നവരാണ് പലരും. ഭർത്താവ് ഭാര്യയെ അവഗണിക്കുന്നു, ഭാര്യ ഭർത്താവിനെ അവഗണിക്കുന്നു, കൂട്ടുകാർ പരസ്പരം അവഗണിക്കുന്നു, അതുമല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ അവഗണിക്കുന്നു, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ അവഗണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവഗണനകളുടെ ഒരു പൊടിപൂരം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ഒന്നാമതായിട്ട് റൊമാൻറ്റിക് അട്രാക്ഷനും സെക്ഷൽ അട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ അവഗണനകൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാറ് സങ്കല്പിക്കുക. നമ്മളൊരു കാർ വാങ്ങിക്കാനായിട്ട് പോകുന്നു. ചിലർക്ക് കാറിൻ്റെ ആ ഒരു സൈസ്, ലുക്ക്, കളറ് ഇതൊക്കെയാണ് ഇഷ്ടം. അതായത് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ലുക്സ് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതിനോട് അട്രാക്റ്റഡ് ആവുന്നവരുണ്ട്. എന്നാൽ ചിലർ നോക്കുന്നത് ഈ ഫിസിക്കൽ ലുക്സോ ഫിസിക്കൽ അപ്പിയറൻസോ ഒന്നുമല്ല. അവർ നോക്കുന്നത് അതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസ് നോക്കി കാർ വാങ്ങിക്കുന്നവരുണ്ട്, അതിൻ്റെ ലുക്ക് നോക്കി കാർ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടന്നു വരുമ്പോഴും പലപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ തുടക്കത്തിൽ പുരുഷന്മാർക്ക് പലപ്പോഴും ഈ ഒരു സെക്ഷൽ അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ. അതായത് അവരുടെ ഒരു പെൺകുട്ടിയുടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിലോട്ടായിരിക്കും അവർ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവരെ സെക്ഷലായിട്ട് അവരുടെ ആ ഒരു ബ്യൂട്ടി കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലൊരു സെക്ഷൽ അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ തോന്നുന്നത്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനോടുള്ള അട്രാക്ഷൻ. അപ്പോൾ അവരുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം, ആ രീതിയിലുള്ള ഒരു ചിന്തകളൊക്കെ ആയിരിക്കും അവർക്ക് ചിലർക്ക് മുന്നിൽ നിൽക്കുക. ഇപ്പോൾ ഈ റൊമാൻറ്റിക് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക. അതൊക്കെയാണ് ഈ റൊമാൻറ്റിക് അട്രാക്ഷനിൽ വരുന്നത്. അതായത് ആളുടെ കൈപിടിച്ച് നടക്കുക, അല്ലെങ്കിൽ ആളോട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുക, ഒരുപാട് നേരം ആ വ്യക്തിയായിട്ട് ചെലവഴിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലായിട്ട് ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് അട്രാക്ഷനാണ് കൂടുതലായിട്ട് നിൽക്കുക. അത് പെർഫോമൻസിൽ ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പുരുഷനിലുള്ള ക്വാളിറ്റികൾ, ഇവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, ഇവൻ നമ്മളെ ഏത് രീതിയിൽ കെയർ ചെയ്യുമോ, അതുപോലെ സ്നേഹിക്കുമോ. അപ്പോൾ ഒരു ഇമോഷണൽ ബോണ്ടാണ് ഈ ഒരു റൊമാൻറ്റിക് അട്രാക്ഷനിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. പല റിലേഷൻഷിപ്പിലും നേരിടുന്ന പ്രശ്നം ഈ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ ചിലപ്പോൾ ഉണ്ടാകത്തില്ല, ഈ സെക്ഷൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി മറ്റു ചിലർക്കായിട്ട് റൊമാൻറ്റിക് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രപ്പോർഷനിൽ ഇല്ലെങ്കിൽ മറ്റേ വ്യക്തിയെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു നമ്മൾ തമ്മിലുള്ള ആ ഇൻറ്റിമസി കാത്തു സൂക്ഷിക്കാനും അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട് കാത്തു സൂക്ഷിക്കാനും ഒന്നും പറ്റത്തില്ല, അത് നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോഴാണ് ഈ അവഗണനകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ നമ്മളിൽ മുന്നിൽ നിൽക്കേണ്ടത് ഈ ഒരു റൊമാൻറ്റിക് അട്രാക്ഷനാണ്. അതിപ്പോൾ പുരുഷനിലാണെങ്കിലും സ്ത്രീയിലാണെങ്കിലും ഈ റൊമാൻറ്റിക് അട്രാക്ഷൻ മുന്നിൽ നിന്നുകൊണ്ട് അവർ സ്നേഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻ അതിൻ്റെ ഒരു പീക്കിലെത്തുമ്പോൾ അതിങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ തമ്മിൽ ആ ഒരു സെക്ഷൽ അട്രാക്ഷനോട് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ആ ബന്ധം വളരെ റൊമാൻറ്റിക്കായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ചിലരൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ട് ജീവിതാവസാനം വരെ അവർക്ക് ആ ഒരു പ്രണയം പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നത്. എന്നാൽ ചിലർ ഈ ഒരു സെക്ഷൽ അട്രാക്ഷനാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ചിലപ്പോൾ പുരുഷന്മാർക്കൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ലുക്സിൽ അട്രാക്റ്റഡ് ആയിട്ട് ഇവള് കൊള്ളാലോ, അടിപൊളി പെങ്കൊച്ച്, ഇവളെ എങ്ങനെയെങ്കിലും സ്വന്താക്കണം, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ പെങ്കൊച്ച് നോക്കുന്ന ഇവരുടെ ആ ഒരു സ്വഭാവവും ക്വാളിറ്റീസും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരിങ്ങനെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്കും അതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് പിന്നീട് കൊടുക്കാൻ പറ്റത്തില്ല. അത് തുടക്കത്തിൽ ചിലപ്പം ഇവളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇവൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഇവൻ കൊടുക്കും. പക്ഷേ പിന്നീട് ആ ഒരു ക്വാളിറ്റീസ് അവനിൽ നിന്നൊക്കെ കിട്ടാതെയാവും. അതുകൊണ്ടാണ് ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെക്ഷൽ അട്രാക്ഷൻ അങ്ങ് തീർന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ആ ഒരു ഇവൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റീസ്, ആ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ ഇവളോട് ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മടുത്തു. അതുകൊണ്ടാണ് അവർക്ക് ബെഡ്റൂമിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ ഭർത്താക്കന്മാർക്ക് കാണും. പക്ഷേ അവരൊരിക്കലും ഈ ഭാര്യമാരാഗ്രഹിക്കുന്ന ഒരു കെയർ കൊടുക്കുന്നില്ല, സ്നേഹം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ അവരോട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ വ്യക്തിക്ക് എന്നോട് വെറും ഒരു സെക്ഷൽ അട്രാക്ഷൻ ആണോ ഉള്ളത്, അതോ റൊമാൻറ്റിക് അട്രാക്ഷനും ഉണ്ടോ, ഇത് രണ്ടും എന്നോടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സെക്ഷൽ അട്രാക്ഷൻ മാത്രമേ നിങ്ങളോടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നിങ്ങളൊരു വസ്തുവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഒരു ഒബ്ജക്റ്റായിട്ട് കാണുന്നുള്ളൂ. നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം വിലയെക്കുറിച്ച് ധാരണയുള്ളവരാണ്, ഈ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ നമ്മളോട് ആ വ്യക്തിക്ക് ആ ഒരു ഇഷ്ടം നഷ്ടപ്പെട്ടത് ആ ഒരു സെക്ഷൽ അട്രാക്ഷൻ തീർന്നു കഴിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെന്ത് വെറുതെ അയാളുടെ പുറകെ നടന്ന് നമ്മുടെ സമയവും എനർജിയും വെറുതെ കളയരുത്. അയാൾക്ക് നമ്മളോട് ഈ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ ഉണ്ടായില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് കരുതുമ്പോൾ നമ്മളെ തന്നെ വില വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ബെഗ് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. അയാളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക. നമ്മൾ ഈ രണ്ട് അട്രാക്ഷൻ നമ്മളോടുള്ള
നമ്മളെ നല്ല രീതിയിൽ ജീവിതാവസാനം വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫോമൻസും ആ ഒരു ക്വാളിറ്റീസും നമുക്ക് ലഭിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ബ്രേക്ക് ദർ ഫാൻറ്റസി പെർസെപ്ഷൻ അബൌട്ട് യു എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരോട് അട്രാക്ഷൻ തോന്നും, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നും, നമ്മളിൽ അങ്ങ് അഡിക്റ്റായിട്ട് അങ്ങ് സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നത്, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ നമ്മുടേതായിട്ടുള്ളൊരു വേർഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു വേർഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ വ്യക്തി ഏതെങ്കിലും ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ആ വ്യക്തിയോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചില ഗുണങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു നല്ല ഗുണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അതിൽ മാത്രം അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് ഈ വ്യക്തിക്ക് പല മോശം കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതായത് ഒരു വ്യക്തിയും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അയാൾക്ക് അയാളുടേതായിട്ടുള്ള നല്ല ഗുണങ്ങളും ഉണ്ടായിരിക്കും, ചീത്ത ഗുണങ്ങളും ഉണ്ടായിരിക്കും, പോസിറ്റീവ് ക്വാളിറ്റീസും ഉണ്ടായിരിക്കും, നെഗറ്റീവ് ക്വാളിറ്റീസും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിവിടെ ഈ വ്യക്തിയുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വ്യക്തിയെക്കുറിച്ച് ഒരു ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. ഈ വ്യക്തി ഇങ്ങനെയാണ്, ഈ രീതിയിലൊക്കെ എന്നെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള റിലേഷൻ നമ്മൾ പിന്നെ കാണുന്ന ഒരു ഫാൻറ്റസിയുടെ ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഒരു അതീന്ദ്രിയ ലെവലിലുള്ളതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ തന്നെ ആ വ്യക്തി ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോഴും നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതൊക്കെ നമ്മൾ അങ്ങനെ പല റെഡ് ഫ്ലാഗ്സും ഈ വ്യക്തി കാണിക്കുമ്പോഴും നമ്മളതൊക്കെ അവഗണിച്ച് കളയും. കാരണം എന്താണ്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിയുടെ നല്ല ഗുണങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പുരുഷൻ പ്രണയിക്കുമ്പോൾ അവൾക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രേമിക്കുന്ന സമയത്ത് പുരുഷൻ വിചാരിക്കും, ഓ കലിപ്പൻ്റെ കാന്താരി എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുനടക്കും. അവളുടെ ദേഷ്യം വരെ ഇവൻ എൻജോയ് ചെയ്യും, ഭയങ്കര രസമൊക്കെയാണ്. പക്ഷേ ഇത് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് നിസ്സാര കാര്യങ്ങൾക്ക് വരെ അവൾ ആർഗ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കാണ് അവനതൊരു ശല്യമായിട്ട് തോന്നുന്നു. അയ്യോ ഇവൾ ഇത്രയും, അയ്യോ ഞാൻ ഇപ്പോൾ വെയിലിലിരുന്ന സംഭവം എടുത്ത് തോളയിലിട്ട പോലെ ആയല്ലോ എന്നൊക്കെ ഇവന് തോന്നുന്നത്. അതുപോലെ തന്നെ പുരുഷൻ്റെ കാര്യത്തിലാണല്ലോ. ഇപ്പോൾ സ്ത്രീകൾ ചിന്തിക്കുമ്പോഴും ആദ്യമേ പ്രേമിക്കുന്ന സമയത്ത് ഇവൻ്റെ പല ദുർഗുണങ്ങളും, ഇപ്പോൾ അവൻ ചിലപ്പം സ്മോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ പെൺകുട്ടികളും ആ സമയത്ത് ആണുങ്ങളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ കല്യാണം കഴിക്കുമ്പോഴാണ് ഇവൻ്റെ ഈ ഒരു സ്മോക്കിങ്ങിൻ്റെ ദുർഗന്ധം കൊണ്ട് ഇവർക്ക് അവൻ്റെ കൂട്ടത്തിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് ഉറങ്ങാൻ പോലും, സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, ഈ വൃത്തികെട്ട ഡ്രിങ്ക്സിൻ്റെയൊക്കെ നാറ്റം കൊണ്ടും. അപ്പോൾ അങ്ങനെ അവൾ സഫർ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എന്തുകൊണ്ട് എനിക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ സ്നേഹിക്കുന്ന സമയത്ത് ആ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു നല്ല ഗുണങ്ങൾ മാത്രം നമ്മൾ കാണുന്നു, ആ നല്ല ഗുണങ്ങളിൽ മാത്രം നമ്മൾ അഡിക്റ്റഡ് ആവുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും കണ്ണ് തുറന്ന് നോക്കത്തില്ല. ഈ വ്യക്തിയെ അയാൾ ആയിരിക്കുന്ന രീതിയിലായിരിക്കുകയല്ല നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ ആ നല്ല ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്, മോശം ഗുണങ്ങൾ നമ്മളോട്ട് കാണത്തുമില്ല. പക്ഷേ റിയൽ ലൈഫ് വരുമ്പോൾ ഇതൊക്കെ കാണുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വ്യക്തിയെ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ വെറുതെ ചാടിക്കയറി ഏതെങ്കിലും ഒരു ഗുണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇയാൾ നല്ലവനാണെന്ന് വിചാരിക്കാതെ, അല്ലെങ്കിൽ ആ പെൺകുട്ടി നല്ലതാണെന്ന് വിചാരിക്കാതെ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് നല്ല വ്യക്തിയായിരിക്കും, പക്ഷേ നമ്മുടെ ചില പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് നമുക്കുണ്ടായിരിക്കും, അത് ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒത്തുപോകാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ചില ഗുണങ്ങളും ജീവിതശൈലിയും ആ വ്യക്തിക്ക് അത് അംഗീകരിച്ച് കൂടെ പോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് കൂടെ പോകാൻ സാധിക്കുമോ, ഇതൊക്കെ ആദ്യം തന്നെ കണ്ണ് തുറന്ന് നോക്കണം. അപ്പോൾ ആ വ്യക്തിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഞാൻ കാണണം. അപ്പോൾ ഇത് രണ്ടിനോടും കൂടി എനിക്ക് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാമുള്ളൂ. അല്ലേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ആ വ്യക്തിയെ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ അടിപിടി ഉണ്ടാവുന്നത്. അതായത് എൻ്റെ കാഴ്ചപ്പാടിലുള്ള വ്യക്തിയായിട്ട് മാറ്റാൻ അയാളെ ഞാനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി പലപ്പോഴും പലരും ഹർട്ടാകുന്ന എപ്പോഴാണ്, ആ വ്യക്തിയുടെ ആക്ഷൻസ് ആയിരിക്കില്ല നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത്, മറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പല ധാരണകളും ഉണ്ട്. അപ്പോൾ ആ ധാരണകൾക്ക് വിപരീതമായിട്ട് ആ വ്യക്തി പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്കത് ഹേർട്ടാവുന്നത്. സത്യത്തിൽ ആ വ്യക്തി അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്ന, ആ വ്യക്തിയുടെ സ്വഭാവം അതാണ്. നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ ഈ വ്യക്തി ഇങ്ങനെ മാത്രമേ പെരുമാറാവുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹേർട്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ രീതി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധം തുടരാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കില്ല ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഫാൻറ്റസി വേൾഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. പലരും ഈ ഒരു സ്നേഹബന്ധത്തിലൊക്കെ നോ പറയത്തില്ല. അതായത് എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ മറ്റേ വ്യക്തി നിർബന്ധിക്കുമ്പോഴും നമ്മളവിടെ ഇങ്ങനെ എസ് പറഞ്ഞുകൊണ്ട് അവരോട് കൂട്ടത്തിൽ ഓക്കെ അവരെ പിണക്കണ്ട, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ട എന്നോർത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല സ്മൂത്തായിട്ട് വരുമ്പോൾ ഒരിക്കലും നമുക്ക് ആരുടെയും ദുർസ്വഭാവങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചില സമയത്ത് നമുക്ക്
നമുക്ക് പെരുമാറണം. ചില സന്ദർഭങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമില്ല എന്ന് തന്നെ പറഞ്ഞാൽ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അപ്പോഴാണ് ആ വ്യക്തിയുടെ റിയൽ സ്വഭാവം പുറത്തു വരുന്നത്. അതായത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവം നമ്മളിൽ നിന്ന് വരുമ്പോൾ ആ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോയോട് ആ വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു, അപ്പോഴാണ് ആ വ്യക്തിയുടെ ഇപ്പം നിങ്ങൾ പറയുകയാണ് നമുക്കൊരു സിനിമയ്ക്ക് പോകാം, അപ്പോൾ ആ മറ്റേ വ്യക്തി പറയുന്നത് പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് ഒരു പക്ഷേ നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് വന്നാൽ എന്താ നിനക്ക് പോന്നാൽ എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തി ചിലപ്പം ചൂടാവാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് റിയലി ഇങ്ങനെ ഒരു റിയൽ സിറ്റുവേഷനിൽ നിങ്ങൾ നോ പറയേണ്ടി വരുമ്പോൾ കുടുംബജീവിതത്തിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് റിയലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ അല്ലെങ്കിൽ നമ്മളൊരു സ്വപ്ന ലോകത്തായിരിക്കും. അപ്പം നമ്മളങ്ങനെ നോയൊക്കെ ഇടയ്ക്കൊന്ന് പറഞ്ഞു നോക്കുക, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് തന്നെയൊക്കെ പറഞ്ഞു നോക്കുക. അല്ലാതെ എല്ലാം ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുമ്പോൾ ആർക്കും ആരുടെയും മോശ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു നേരം മെസ്സേജ് അയച്ചില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ പറ്റിയില്ല, അപ്പോഴൊക്കെ മറ്റേ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ചിലപ്പോൾ വ്യക്തി ഭയങ്കരമായിട്ടും ചൂടാവാൻ തുടങ്ങും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്ക് കൂടുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ട ഒരു വഴക്ക് കൂടുമ്പോൾ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ശരിക്കും നിങ്ങളെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് വായിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള റിയൽ ഈ വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടും ഈ വ്യക്തിയുടെ പോസിറ്റീവ്സോടും നെഗറ്റീവ്സോടും കൂടി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ.